ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമക് പാരയാണ്. ഇവിടെ എല്ലായിടത്തും കാണുന്ന ഒരു സ്നാക്കാണ്. പക്ഷെ നാട്ടിൽ അല്ലെങ്കിൽ മടക്കം എന്നൊക്കെ പറയും. സാധാരണ ഇവിടെ ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നതാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം നമക് പാര ബനാന ചാരെ ദിഖായെങ്കിൽ കൈസേ. ഞാൻ 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. 1/2 കിലോ മൈദ ഇല്ല एक बर्तन में डालेंगे. നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കറുത്ത ജീരകമാണ്, കാലാ ജീര ഡാൽക 1/2 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്, നമക് ഡാലെങ്കിൽ. മോദകമാണ് ഞാൻ എടുക്കുന്ന അജ്വൈൻ 1/2 ടീസ്പൂൺ. ഈ അജ്വൈൻ കയ്യിലോട്ട് എടുക്കാം. അജ്വൈൻ हाथ में ले लिया है. देखिए अच्छा से रगड़ना है. നമുക്ക് നല്ലതായിട്ട് ഉരച്ച് കൊടുത്തിട്ട് വേണം ഇടാൻ. ഞാൻ ഇതിനകത്തോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്ന. 4 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ബി ഡാൽക. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് നമുക്ക് എടുക്കാം. अच्छे മിക്സ് करना है. എണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാവ് പിടിച്ചാൽ ഇങ്ങനെ ആയിട്ട് വരണം. तेल डाल के अच्छे से मिलाने के बाद हम लोग का मैदा ऐसा होना चाहिए. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് റൊട്ടിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. थोड़ा थोड़ा पानी डाल के रोटी के लिए आटा गूंदने का जैसे बना दीजिए. ഞാൻ മൈദ നല്ലതായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. आटा अच्छा से गूंद गया है. 15 मिनट प्रेस करने के लिए रखेंगे. 15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ക്രീം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ക്രീം बनाने जा रहे हैं. इसके लिए हम 2 ടേബിൾ സ്പൂൺ मैदा लिया है. 2 ടേബിൾ സ്പൂൺ घी लिया है. നെയ്യ് എടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ. നമുക്കിത് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം. दोनों मिला के अच्छे से क्रीम बनाएंगे. എണ്ണ ഒഴിച്ചാലും മതി, നെയ്യ് ഒഴിക്കുന്നതാണ് ടേസ്റ്റ്. घी डालने से अच्छा टेस्ट आ जाएगा. तेल डालने से भी अच्छा है. ഞാൻ നെയ്യും मैदा കൂടെ ഇട്ടുണ്ടാക്കിയ ക്രീമാണ്. घी और मैदा डाल के क्रीम बना के रखा है. मैदा 15 मिनट आई. मैदा 15 मिनट हो गया. देखिए अच्छे से सॉफ्ट हो गया. നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് 2 പീസാക്കി മാറ്റാം. 2 പീസ് കरेंगे. ഒരു പീസ് മാറ്റി വെക്കാം. ഇതിനെ നമുക്ക് 2 പീസാക്കാം. 2 പീസ് കरेंगे. ഞാൻ ഒരു പീസ് എടുത്തിട്ടുണ്ട്. 1 പീസ് लिया है. നമ്മൾ बेलेंगे. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇനി എണ്ണ മുക്കി പരത്തണം. थोड़ा तेल लगा के बेलना है. ഞാൻ മാക്സിമം കട്ടി കുറച്ച് പരത്തി വെച്ചിട്ടുണ്ട്. एकदम पतला करके पूरा बेल के रखा है. इसमें अभी हम लोग क्रीम बनाया वो लगा देंगे. നമ്മൾ ക്രീം ഉണ്ടാക്കി വെച്ചത് നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. अभी ये हम रोल करने जा रहे हैं. നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അടുപ്പിച്ചടുപ്പിച്ച് നല്ല ടൈറ്റായിട്ട് വേണം റോൾ ചെയ്യാൻ. एकदम टाइट करके रोल बना दीजिए. റോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരേ തിക്നെസ്സിൽ നമുക്ക് എടുക്കാം. തിക്നെസ് एक ही जैसे ही बनाएंगे. ये थोड़ा कट करेंगे. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നോക്കിക്കേ, 1 ഇഞ്ച് വലുപ്പത്തിലാണ് ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. 1 इंच लंबा करके ये कटिंग करके रखा है. देखिए अभी हम लोग ये दबाएंगे. നമുക്കിതൊന്ന് കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. നോക്കിക്കേ, ഇങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ऐसे ही सब प्रेस करना है. ഇതുപോലെ നമുക്കെല്ലാം പ്രസ് ചെയ്തെടുക്കാം. നോക്കിക്കേ, ഞാൻ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. सब बेल के रखा है. എന്നാൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതുണ്ടാക്കി എടുക്കാൻ. മീഡിയം ഫ്ലെയിം में डाल के ये बनाना है. നമുക്കിപ്പോൾ ചെറിയ രീതിയിൽ ഇട്ട് കൊടുക്കാം. എണ്ണ കുറച്ചേ ചൂടായിട്ടുള്ളൂ. ഈ ചൂടിൽ മാത്രമേ ഉണ്ടാക്കിയെടുക്കാവുള്ളൂ. സമയമെടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. ഈ സമയത്ത് നമുക്ക് പകുതി ഉണ്ടായിരുന്നത് വെച്ചിട്ട് നമുക്ക് വേറൊരു ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. अभी ये बनाने के लिए टाइम लगेगा. उसी टाइम हम लोग का दूसरा शेप में बनाएंगे. നമുക്ക് ഇതിന്റെ വേറൊരു ഷേപ്പും കൂടെ നമുക്ക് ഉണ്ടാക്കാം. ഇത് ആദ്യം തന്നെ ചെറിയ ചെറിയ ബോളുകൾ ഉണ്ടാക്കാം. छोटा छोटा ബോൾ बनाएंगे. നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഓരോരോ ബോൾ എടുത്ത് एक ബോൾ निकाल के अच्छे से बेलना है. നല്ലതായിട്ട് പരത്തിയെടുക്കാം. മാക്സിമം നമ്മൾ പരത്തിയെടുക്കണം. നല്ല കട്ടി കുറച്ച് अच्छे से पतला करके बेल दीजिएगा. अभी हम लोग क्रीम लगाएंगे. നമുക്ക് ഇതിലോട്ട് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യണം. और एक बार फोल्ड करना है. ഒരു പ്രാവശ്യം കൂടെ ക്രീം ഇട്ട് കൊടുക്കാം. നമുക്കിങ്ങനെ മടക്കിയെടുക്കാം. ऐसे ही मोड़ दीजिएगा.
तेल में डालने से पूरा खुल जाएगा. ഇതുപോലെ തന്നെ നമ്മൾ എണ്ണയ്ക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് തുറന്നു പോകും. തുറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഫോർക്ക് എടുത്തിട്ട് 3-4 കുത്തു കുത്തിയാൽ മതി. ऐसे ഫോർക്ക് से ऐसे करेगा तो खुलेगा नहीं. അല്ലെങ്കിൽ ഇത് തുറന്നു പോകും. നമ്മൾ എണ്ണയ്ക്കകത്ത് ഇട്ട ഉടനെ തുറന്നു പോകും. ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ऐसे सब बनाएंगे. इन्हें हम आधी एണ്ണ इटद मरचिड ए पहले डाला है वो थोड़ा पलटी करना है. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ നമസ്കാര रेडी ആയിട്ടുണ്ട്. ആദ്യം ഇട്ടത് पहले डाला हुआ देखिए ब्राउन कलर हो गया. നമ്മുടെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഫസ്റ്റ് वाला अभी निकाल के दूसरा डालेंगे. നമ്മൾ ആദ്യത്തെ ഇട്ടത് നമുക്കിപ്പോൾ എടുത്തിട്ട് അടുത്തത് ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇടാൻ. लो फ्लेम में डाल के बना दीजिएगा. നമ്മൾ രണ്ടാമത് ഇട്ടത് റെഡി ആയി കഴിഞ്ഞു. दोबारा डाला हुआ वो भी रेडी हो गया. രണ്ടാമത് ഇട്ടത് എടുക്കാം. എന്നിട്ട് ഫ്ലെയിം മുഴുവൻ താത്തി വെക്കാം. फ्लेम पूरा लो में डाल के ये हम लोग ये शेप में बनाया अभी डालना है. നമുക്കിപ്പോൾ രണ്ടാമത് ഈ ഷേപ്പിൽ ഉണ്ടാക്കിയതാണ്. നമുക്കിത് ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ട് ഇട്ട് കൊടുക്കും. लो फ्लेम में डाल के ये भी बना दीजिए. നമ്മുടെ രണ്ടാമത് ഇട്ടത് റെഡി ആയി കഴിഞ്ഞു. दोबारा डाला है वो भी रेडी हो गया. निकाल देंगे. നമുക്ക് രണ്ടാമത് ഇട്ടത് എടുക്കാം. വേറെ ഷേപ്പിൽ ഇട്ടതാണ് നമ്മളിത്. दूसरा शेप में डाल दिया था वो भी रेडी. നമ്മുടെ നമസ്കാര റെഡി ആയി കഴിഞ്ഞു. രണ്ട് ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. दो शेप में बनाया है. നമസ്കാര एकदम क्रिस्पी है. നല്ല ക്രിസ്പിയാണ്. ऐसे एकदम क्रिस्पी है. രണ്ടാമത് ഉണ്ടാക്കിയതാണ് മടക്കി ഉണ്ടാക്കിയത്. നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ലെയർ നോക്കിക്കേ. ट्रायंगल शेप में हम लोग बनाया है. इसका लेयर देखिएगा. अच्छा लेयर आ गया. अच्छा क्रिस्पी है. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒന്നാം തരം ടീ ടൈം സ്നാക്കാണ്. കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ ഇത് 1 മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. नमस्कार एकदम बढ़िया टी टाइम स्नैक है. आपको पसंद हो जाएगा. 1 महीना के लिए बना के रखेगा तो अच्छा लगेगा. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.